ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. SCERT നിർദ്ദേശിച്ച ഫോക്കസ് ഏരിയ ഇംഗ്ലീഷിലും മലയാളത്തിലും. ഫോക്കസ് ഏരിയ തീം 1 ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഫോക്കസ് ഏരിയ 1 Subsistence strategies. Harappan ate wide range of plant and animal products: wheat, barley, lentil, chickpea, sesame, millet, etc. ഹാരപ്പൻ ജനത കാർഷിക ഉൽപ്പന്നങ്ങളും മൃഗ ഉൽപ്പന്നങ്ങളും ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. ഗോതമ്പ്, ബാർലി, പയർ, കടല, എള്ള് എന്നിവ ഭക്ഷിച്ചിരുന്നു. കാറ്റിൽ, ഷീപ്പ്, goat, buffalo, pig were domesticated. കന്നുകാലികൾ, ചെമ്മരിയാട്, ആട്, എരുമ, പന്നി എന്നിവയെ വളർത്തിയിരുന്നു. അഗ്രികൾച്ചറൽ ടെക്നോളജി. അഗ്രികൾച്ചർ വാസ് മെയിൻ ഓക്യുപ്പേഷൻ. കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ. ഓക്സൻ വെയർ യൂസ്ഡ് ഫോർ പ്ലോയിങ്. കലപ്പ ഉപയോഗിച്ചിരുന്നു. Bulls were represented on seals and terracotta sculpture. Terracotta models of the plough have been found at site Kholistan and Banavali. കാളകളുടെ രൂപങ്ങളുള്ള മുദ്രകളും കളിമൺ ശില്പങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. കളിമണ്ണിൽ ചുട്ടെടുത്ത കലപ്പയുടെ മാതൃകകൾ കോളിസ്ഥാനിൽ നിന്നും ബനവാലിയിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. Found evidence of a ploughed field at Kalibangan in Rajasthan. Trees of canals have been found at Shortugai in Afghanistan. Water reservoir found at Dholavira in Gujarat. അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുഗായിൽ നിന്ന് കനാലിൻ്റെ അവശിഷ്ടം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഗുജറാത്തിലെ ധോലവീരയിൽ നിന്ന് ജലസംഭരണി കണ്ടുകിട്ടിയിട്ടുണ്ട്. ജലസേചനത്തിനു വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. ഫോക്കസ് ഏരിയ 2 മോഹൻജദാരോ, എ പ്ലാൻഡ് ഏർബൻ സെന്റർ. മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരം. The most unique feature of the Harappan civilization was the development of urban cities. Mohenjo-daro is the best example of their town planning. ഹാരപ്പൻ സംസ്കാരം ഒരു നാഗരിക സംസ്കാരമായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ നഗരാസൂത്രണമാണ്. മോഹൻജദാരോയിലെ നഗരാസൂത്രണം ഇതിന് ഉദാഹരണമാണ്. The entire city was divided into two parts, citadel and lower town. Citadel is smaller but higher. Lower town, lower but larger. നഗരത്തെ രണ്ടായി തിരിക്കാം, സിറ്റാഡലും കീഴ്പട്ടണവും. സിറ്റാഡൽ ചെറിയ പ്രദേശം, ഉയർന്ന പ്രദേശം. കീഴ്പട്ടണം താഴെ ഭാഗത്താണ്, പക്ഷേ വലിയ പ്രദേശമാണ്. Citadel. Citadel means raised artificial platform built with mud bricks. It contains many building structures. In Harappa and Mohenjo-daro, citadel protected with a brick wall. ഉയർത്തി നിർമ്മിച്ച പ്രദേശത്തെയാണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഹാരപ്പയിലും മോഹൻജദാരോയിലെയും സിറ്റാഡലിനെ സംരക്ഷിക്കാനായി ഇഷ്ടിക കൊണ്ട് മതിൽ പണിതിരുന്നു. ദ വെയർഹൗസ് ഓർ ഗ്രാനറി. The large building structure is granary, situated on the citadel mound. The granary built with bricks. It may be used for preserving food grains. കലവറ അഥവാ ഗ്രാനറി. സിറ്റാഡലിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് കലവറ. ഇഷ്ടിക കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം എന്ന് കരുതുന്നു. The Great Bath. Great Bath was most important public place of Mohenjo-daro, situated on the Citadel Mount. മോഹൻജദാരോയിലെ സിറ്റാഡൽ മൗണ്ടിലെ പ്രധാന പൊതുസ്ഥലമാണ് ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത് വാസ് എ ലാർജ് റെക്ടാങ്കുലർ ടാങ്ക് ഇൻ എ കോർട്ട്യാർഡ് surrounded by corridor on all four sides.
There were steps on the north and south leading to the bottom. It was built with burnt bricks. There were rooms on three sides, in one of which was a large well, which could be emptied by a drain. Scholars suggest that it was meant for some kind of a special ritual bath. വലിയ കുളിപ്പുര ദീർഘചതുരത്തിലുള്ള ഒരു കുളമാണ്. വടക്ക് നിന്നും തെക്ക് നിന്നും കുളത്തിലേക്ക് ഇറങ്ങാൻ പടികൾ ഉണ്ടായിരുന്നു. ഇത് ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിന്റെ 3 ഭാഗത്തും കുളിമുറികൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൽ ഒരു കിണറും ഉണ്ടായിരുന്നു. വെള്ളം ഒഴുക്കിവിട്ട് കുളം വറ്റിക്കാൻ കഴിയുമായിരുന്നു. അവരുടെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് സ്നാനത്തിനായിരുന്നു ഈ കുളം ഉപയോഗിച്ചതെന്ന് ചില പണ്ഡിതർ പറയുന്നു. ലോവർ ടൗൺ. Below the citadel lay a lower town. It was well-planned residential area. സിറ്റാഡലിന് താഴെയാണ് കീഴ്പട്ടണം. നന്നായി ആസൂത്രണം ചെയ്ത സ്ഥലമാണ് കീഴ്പട്ടണം. ഇറ്റ് കണ്ടെയ്ൻ ബ്രിക്ക് ഹൗസസ്. വീടുകൾ നിർമ്മിച്ചത് ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടായിരുന്നു. ദ ലോവർ ടൗൺ ഓൾസോ വാളഡ്. കീഴ്പട്ടണവും ഭിത്തി കെട്ടി സംരക്ഷിച്ചിരുന്നു. All city was planned according to grid system or chessboard system. നഗരം ആസൂത്രണം ചെയ്തത് ഗ്രിഡ് സിസ്റ്റം അഥവാ ചെസ് ബോർഡ് സിസ്റ്റം പ്രകാരമായിരുന്നു. മെയിൻ സ്ട്രീറ്റ് ആർ റണ്ണിംഗ് നോർത്ത് ടു സൗത്ത് ആൻഡ് ക്രോസ് സ്ട്രീറ്റ് കട്ട് ഇൻ റൈറ്റ് ആംഗിൾ. Thus, entire city was divided into many blocks. പ്രധാന വീഥികൾ വടക്ക് നിന്ന് തെക്കോട്ട് നിർമ്മിച്ചിരിക്കുന്നു. ചെറിയ റോഡുകൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നു. അങ്ങനെ നഗരം മുഴുവൻ പല ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നു. ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ. ഗൃഹനിർമ്മാണം. Many houses were centered on a courtyard with rooms on all sides. Courtyard was center of all activities such as cooking and weaving. മിക്ക വീടുകൾക്കും ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു. ഈ നടുമുറ്റത്തിന് ചുറ്റുമായിരുന്നു മുറികൾ. നടുമുറ്റം പ്രവർത്തന കേന്ദ്രമായിരുന്നു. പാചകം, നെയ്ത്ത് മുതലായവ. There was no windows in ground level. The main entrance does not give a direct view of the interior or the courtyard. വീടുകൾക്ക് ജനാലകൾ ഉണ്ടായിരുന്നില്ല. പുറമേ നിന്ന് നോക്കിയാൽ വീടിന്റെ അകമോ നടുമുറ്റമോ കാണുകയില്ലായിരുന്നു. Every house had its own bathroom paved with bricks, with drains connected through the well to the street drain. Some houses have remains of staircases to reach a second story or the roof. Many houses had wells. എല്ലാ വീടുകൾക്കും കുളിമുറികൾ ഉണ്ടായിരുന്നു. കുളിമുറികൾ ഇഷ്ടിക പാകിയതായിരുന്നു. ബാത്റൂമിൽ നിന്ന് മൺപൈപ്പ് ഉപയോഗിച്ച് മലിനജലം പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. ചില വീടുകൾക്ക് സ്റ്റെയർകേസുകൾ ഉണ്ടായിരുന്നു. വീടുകൾക്ക് ഒന്നിൽ കൂടുതൽ നിലകൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. ദ ഡ്രെയിനേജ് സിസ്റ്റം. അഴുക്കുചാൽ സംവിധാനം. ഹാരപ്പൻ സിറ്റീസ് ഹാഡ് എക്സലന്റ് ഡ്രെയിനേജ് സിസ്റ്റം. ഹാരപ്പൻ നഗരങ്ങൾക്ക് നല്ലൊരു അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. There was a common drainage system for all city. നഗരത്തിന് പൊതുവായി ഒരു അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. Waste water flow from houses to street which had drain. These drains were covered with bricks and stone slabs. വീടുകളിൽ നിന്നു ഉള്ള മലിനജലം നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. അഴുക്കുചാലുകൾ ഇഷ്ടിക കൊണ്ട് മൂടിയിരുന്നു. They given importance to health and hygiene. അതുകൊണ്ട് തന്നെ അവർ ആരോഗ്യത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കാം. എക്സിസ്റ്റൻസ് ഓഫ് എ സ്ട്രോങ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അവിടെ ശക്തമായ കേന്ദ്രീയ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാം. Their engineering skill. അഴുക്കുചാൽ സംവിധാനം
മനസ്സിലാക്കി തരുന്നത് അവരുടെ നിർമ്മാണ വൈദഗ്ധ്യമാണ്. ഫോക്കസ് ഏരിയ 3, ട്രാക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ്. Archaeologists generally use certain strategies to find out social and economic differences amongst people living within a particular culture. This includes studying burials, looking for luxuries. സാമൂഹ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തൽ. ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പുരാവസ്തു ശാസ്ത്രജ്ഞർ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. 2 തന്ത്രങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. 1, ശവസംസ്കാര രീതി പഠിക്കുക. 2, ആഡംബര വസ്തുക്കൾ കണ്ടെത്തൽ. സ്റ്റഡിയിങ് ബറിയൽസ്, ശവസംസ്കാര രീതി പഠിക്കുക. All burials in Harappan sites, the dead were generally laid in pits. ഹാരപ്പയിലെ ജനങ്ങൾ മരിച്ചവരെ കുഴിയിലാണ് അടക്കിയിരുന്നത്. Sometimes burial pits was made hollowed out spaces were lined with bricks. ചില കുഴികളിൽ ഇഷ്ടികകൾ പാകിയിരുന്നു. ചില കുഴികളിൽ മൺപാത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടായിരുന്നു. Some graves contain pottery and ornaments. Perhaps they believed a life after death. ഒരുപക്ഷെ മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നിരിക്കാം. Jewelry has been found burials of both men and women. In some instances, dead were buried with copper mirrors. The Harappan did not believe in burying precious things with the dead. ശവക്കുഴികളിൽ നിന്ന് ചെമ്പ് കണ്ണാടികളും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം. Looking for luxuries. Another strategy to identify social differences is to study artifacts. ആഡംബര വസ്തുക്കൾ കണ്ടെത്തൽ. മനുഷ്യനിർമ്മിത വസ്തുക്കളെ 2ആയി തിരിക്കാം. Artifacts broadly divided into 2. Utilitarian and luxuries. ഉപയോഗപ്രദമായ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ. Utilitarian include objects of daily use made easily out of ordinary materials such as stone or clay. This includes cairns, pottery, needles, flesh rubbers, etc. ഉപയോഗപ്രദമായ വസ്തുക്കൾ നിത്യേന ഉപയോഗിക്കുന്നവ സാധാരണ വസ്തുക്കളായ കല്ലോ കളിമണ്ണോ കൊണ്ടോ നിർമ്മിച്ചവയാണ്. ആട്ടുകല്ല്, മൺപാത്രം എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ്. ലക്ഷറീസ്. ലക്ഷറീസ് ആർ റയർ ഓർ മെയ്ഡ് ഫ്രം കോസ്റ്റ്ലി non-local material or with complicated technologies. ആഡംബര വസ്തുക്കൾ എന്ന് പറയുന്നത് ആഡംബര വസ്തുക്കൾ അപൂർവങ്ങളായവയായിരിക്കും, വില കൂടിയവ ആയിരിക്കും, പ്രാദേശികമായി നിർമ്മിച്ചവയല്ലാത്തതാണ്, സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവയായിരിക്കാം. ഇവയെല്ലാമാണ് ആഡംബര വസ്തുക്കൾ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡെല്ലിംഗ്. സാമൂഹ്യ വ്യത്യാസം കണ്ടെത്താൻ ഉള്ള മറ്റൊരു മാർഗം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡെല്ലിങ്സ്. വീടുകൾ, വ്യത്യസ്ത തരത്തിലുള്ള വീടുകൾ. The remains of different types of houses indicate that the social differences were existed in Harappan society. വ്യത്യസ്ത വലുപ്പത്തിലുള്ള വീടുകൾ അവരുടെ സാമൂഹ്യ വ്യത്യാസമാണ് കാണിക്കുന്നത്. Big houses mean for the rich, while some small houses were used by the poor section of the society. വലിയ വീടുകൾ പണക്കാരുടെയും ചെറിയ വീടുകൾ പാവപ്പെട്ടവരുടെയും ആയിരുന്നു. ഫോക്കസ് ഏരിയ 4, ഫൈൻഡിങ് ഔട്ട് എബൌട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. കരകൗശല ഉൽപാദനം കണ്ടെത്തൽ. ചാൻഹോദാരോ വാസ് ദ മെയിൻ സെന്റർ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ബീഡ് മേക്കിംഗ്, ഷെൽ കട്ടിംഗ്, മെറ്റൽ വർക്കിംഗ്, സീൽ മേക്കിംഗ് ആൻഡ് വെയ്റ്റ് മേക്കിംഗ്. ചാൻഹോദാരോ ഒരു കരകൗശല ഉൽപാദന കേന്ദ്രമായിരുന്നു. മുത്ത് നിർമ്മാണം, ചിപ്പി കൊണ്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണം, ലോഹങ്ങൾ കൊണ്ടുള്ള നിർമ്മാണം, മുദ്ര നിർമ്മാണം, തൂക്കക്കട്ടി നിർമ്മാണം. Variety of materials used for making craft production: stone, metal, shell and clay or terracotta or burnt clay. Stones: carnelian, jasper, crystal quartz and steatite. Metals: copper, bronze and gold. Some beads were made of 2 or more stones cementing together some stones with gold caps. The shape were numerous: disc, cylindrical, spherical,
barrel. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ പല വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു. കല്ലുകൾ: ഇന്ദ്രഗോപക്കല്ല്, സൂര്യകാന്തക്കല്ല്, സ്ഫടികക്കല്ല്, വെണ്ണക്കല്ല്. ലോഹങ്ങൾ: ചെമ്പ്, വെങ്കലം, സ്വർണം, ചിപ്പികൾ, കളിമണ്ണ്. ഇവയെല്ലാം കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. ചില മുത്തുകൾ ഒന്നിലധികം കല്ലുകൾ ചേർത്ത് ഉണ്ടാക്കിയതായിരുന്നു. ആകൃതി വ്യത്യസ്തമായിരുന്നു. ഡിസ്ക്, സിലിണ്ടറിക്കൽ, ബാരൽ. ചില മുത്തുകൾ പെയിന്റിംഗ് ചെയ്ത് മനോഹരമാക്കിയിരുന്നു. ടെക്നിക് ഫോർ മേക്കിംഗ് ബീഡ്സ്. മുത്തുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ. സ്റ്റേ ടൈറ്റ്, വെരി സോഫ്റ്റ് സ്റ്റോൺ, very easy to work. Some beads were molded out of a paste made with stay-tight powder. It is easy to make different shapes. Carnelian, red color of carnelian obtained by firing the yellowish raw materials. വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ട് മുത്തുകൾ നിർമ്മിച്ചിരുന്നു. വെണ്ണക്കല്ല് വളരെ മൃദുവായ കല്ലാണ്. വെണ്ണക്കല്ലിൻ്റെ പൊടി കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കി വിവിധ ആകൃതിയിലുള്ള മുത്തുകൾ നിർമ്മിച്ചിരുന്നു. 2. ഇന്ദ്രഗോപക്കല്ല് മഞ്ഞ അസംസ്കൃത വസ്തു തീയിൽ ചൂടാക്കി ചുവന്ന നിറമുള്ള കല്ലാക്കി മാറ്റി. സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ: ഗ്രൈൻഡിംഗ്, പോളിഷിംഗ്, ഡ്രില്ലിംഗ്. സ്പെഷ്യലൈസ്ഡ് ഡ്രിൽ ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ചാൻഹോദാരോ, ലോത്തൽ, ധോലവീര. ഷെൽ ഒബ്ജെക്ട്സ്, Nageshwar and Balkot, both settlements near the coast. These were the specialist centers of making shell objects, bangles, ladles, and inlay. Finished objects were taken to the large urban centers such as Mohenjo-daro and Harappan. മുത്ത് നിർമ്മാണത്തിലെ ഘട്ടങ്ങൾ: രാകുക, മിനുസപ്പെടുത്തുക, തുളകൾ ഉണ്ടാക്കുക. ചാൻഹോദാരോ, ലോത്തൽ, ധോലവീര ചിപ്പി നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു. നാഗേശ്വർ, ബാലക്കോട്ട് തീരപ്രദേശത്തായിരുന്നു ഈ 2 കേന്ദ്രങ്ങളും. ചിപ്പി കൊണ്ട് നിർമ്മിക്കുന്ന പ്രധാന വസ്തുക്കളായിരുന്നു തവി, വളകൾ എന്നിവ. ചാൻഹോദാരോ, ലോത്തൽ എന്നീ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ ഹാരപ്പയിലേക്കും മോഹൻജൊദാരോയിലേക്കും കൊണ്ടുപോയിരുന്നു. ഐഡന്റിഫൈയിങ് സെന്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന കേന്ദ്രങ്ങൾ തിരിച്ചറിയുക. In order to identifying centers of craft production, archaeologists usually look for following. First one, raw materials: stone noodles, shells, copper ore. Second, tools. Third, unfinished objects. Fourth, rejects and waste materials. Waste is one of the indication of craft works. For instance, if shell or stone is cut to make objects, then pieces of these materials will be discarded as waste at the place of production. ഉൽപാദന കേന്ദ്രങ്ങൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ: അസംസ്കൃത വസ്തുക്കൾ, കൽപ്പിണ്ടങ്ങൾ, ചിപ്പികൾ, ചെമ്പയിര് മുതലായവ. ഉപകരണങ്ങൾ: പൂർത്തീകരിക്കാത്ത വസ്തുക്കൾ, ഉപേക്ഷിക്കപ്പെട്ടവ, ഉപയോഗശൂന്യമായവ. ഇവയെല്ലാം പരിശോധിച്ചാണ് ഉൽപാദന കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നത്. Focus area 5. Strategies for procuring materials. അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. A variety of materials used for craft, while some such as clay were locally available. Many such as stone, timber, and metal to be procured from outside. Transportation: bullock carts, river road, coastal road. Terracotta toy models of bullock carts have been discovered. Picture of ship depicting on seal. അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. കരകൗശല ഉൽപാദനത്തിന് ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. കളിമണ്ണ് പോലുള്ള വസ്തുക്കൾ പ്രാദേശികമായി ലഭ്യമായിരുന്നു. എന്നാൽ വിലപിടിച്ച കല്ലുകൾ, മരത്തടികൾ, ലോഹങ്ങൾ എന്നിവ പുറമേ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. ഗതാഗത മാർഗങ്ങൾ: കാളവണ്ടി, നദീമാർഗം, തീരപ്രദേശത്ത് കൂടിയുള്ള യാത്ര. കളിമണ്ണിൽ ചുട്ടെടുത്ത കാളവണ്ടിയുടെ രൂപങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. കപ്പലിൻ്റെയും ബോട്ടിൻ്റെയും ചിത്രങ്ങൾ പതിപ്പിച്ച സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മെറ്റീരിയൽസ് ഫ്രം ദി സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്. ഉപഭൂഖണ്ഡത്തിൽ നിന്നും അതിനപ്പുറത്തു നിന്നും ശേഖരിച്ച വസ്തുക്കൾ. The Harappan procured materials for craft production in various ways. Establishment of settlements. They established settlements such as Nageshwar and Balkot where shell was available.
Shotogai, the best source of lapis lazuli. Lothal, near source of carnelian. Steatite from Rajasthan and North Gujarat, and metal from Rajasthan. Second, sending expedition, Ghetri region of Rajasthan, South India for gold. ഹാരപ്പൻ ജനത കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ അസംസ്കൃത വസ്തുക്കൾ പല മാർഗത്തിൽ കൂടിയും നേടിയിരുന്നു. അധിവാസ കേന്ദ്രങ്ങളുടെ സ്ഥാപനം. അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്ന സ്ഥലത്ത് അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. നാഗേശ്വർ, ബാലക്കോട്ട് ചിപ്പികൾ ലഭിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഷോട്ടുകായി ഇന്ദ്രനീലക്കല്ല് ലഭ്യമായിരുന്നു. ലോത്തലിൽ ഇന്ദ്രഗോപക്കല്ല് ലഭ്യമായിരുന്നു. രാജസ്ഥാനിലും നോർത്ത് ഗുജറാത്തിലും വെണ്ണക്കല്ല് ലഭ്യമായിരുന്നു. രാജസ്ഥാനിൽ ചെമ്പ് ലഭ്യമായിരുന്നു. ഇവിടങ്ങളിൽ അധിവാസ കേന്ദ്രങ്ങൾ ഹാരപ്പൻ ജനത സ്ഥാപിച്ചു. രണ്ടാമത്തെ മാർഗം പര്യടനങ്ങൾ സംഘടിപ്പിക്കുക. രാജസ്ഥാനിലെ ഗേത്രി ഖനിയിൽ നിന്ന് ചെമ്പ് കൊണ്ടുവന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും സ്വർണം ശേഖരിച്ചു. കോണ്ടാക്ട് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്. Harappan procured raw materials for craft production by long distance trade. Recently, archaeologist finds suggest that copper was probably brought from Oman. Chemical analysis have shown that both the Omani copper and Harappan artifacts have traces of nickel. It is suggesting common origin. Mesopotamian copper artifacts also contain nickel. A large Harappan jar has been found at Oman sites. Mesopotamian texts refer to copper coming from a region called Magan, perhaps a name for Oman. വിദൂര നാടുകളുമായുള്ള ബന്ധം. ഹാരപ്പക്കാർക്ക് വിദൂര നാടുകളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ഒമാനിൽ നിന്ന് ചെമ്പ് കൊണ്ടുവന്നിരുന്നു. ഒമാനിൽ നിന്ന് വലിയൊരു ഹാരപ്പൻ ഭരണി കണ്ടെത്തിയിട്ടുണ്ട്. മെസോപ്പൊട്ടോമിയയിലേക്ക് ചെമ്പ് കൊണ്ടുവന്നത് മെഖാനിൽ നിന്നാണ് മെസോപ്പൊട്ടോമിയ രേഖകൾ പറയുന്നത്. മെഖാൻ ഒരു പക്ഷേ ഒമാൻ ആയിരിക്കാം. ഹാരപ്പൻ സീൽസ്, വെയ്റ്റ്സ്, ഡൈസ്, ബീഡ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം മെസോപ്പൊട്ടോമിയൻ സൈറ്റ്സ്. This is the strong indication of trade relation between Harappa and Mesopotamia. Mesopotamian text mention contact with a region named Dilmun, probably Bahrain. Meluha, possibly the Harappan site. They mention the product from Meluha: carnelian, lapis lazuli, copper, gold, and varieties of wood. Mesopotamia records refer to Meluha as a land of seafarers. Besides, we find depiction of ships and boats on seal. ഹാരപ്പൻ സീലുകൾ, തൂക്കക്കട്ടികൾ, പകിട, മുത്തുകൾ എന്നിവ മെസോപ്പൊട്ടോമിയയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഹാരപ്പയും മെസോപ്പൊട്ടോമിയയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് തെളിവാണിത്. മെസോപ്പൊട്ടോമിയൻ കൃതികളിൽ പരാമർശിക്കുന്ന പ്രദേശങ്ങളായ ദിൽമൂൺ, ബഹ്റിൻ ആയിരിക്കാം. മെലുഹ ഹാരപ്പൻ പ്രദേശമാണെന്ന് കരുതുന്നു. മെലുഹയിൽ നിന്ന് ഇന്ദ്രഗോപക്കല്ല്, ഇന്ദ്രനീലക്കല്ല്, ചെമ്പ്, സ്വർണം, മരത്തടികൾ എന്നിവ ഇറക്കുമതി ചെയ്തതായി മെസോപ്പൊട്ടോമിയൻ രേഖകളിൽ പറയുന്നുണ്ട്. മെലുഹ സമുദ്ര സഞ്ചാരികളുടെ നാട് എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ഹാരപ്പ, ഒമാൻ, ബഹ്റിൻ, മെസോപ്പൊട്ടോമിയ ഇവ പരസ്പരം ഒരു സമുദ്ര വ്യാപാരം നിലനിന്നിരുന്നു എന്ന് കരുതാം. ഫോക്കസ് ഏരിയ 6. സീൽസ്, സ്ക്രിപ്റ്റ്, വേറ്റ്സ്. സീൽസ് അഥവാ മുദ്രകൾ. സീൽസ് ആർ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ. Thousands of seals have been found. Carry short inscription with pictures. Seals were made of steatite. Squarish in shape. Some of the seals are rectangular, circular. This may be used for trade transaction. Purpose was to mark the ownership. മുദ്രകൾ. ഹാരപ്പൻ ജനതയുടെ കലാസൃഷ്ടിക്ക് ഉദാഹരണമാണ് മുദ്രകൾ അഥവാ സീലുകൾ. സീലുകൾ ആയിരക്കണക്കിന് കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രങ്ങളും ലിപികളുമുണ്ട്. സമചതുരത്തിൽ, ദീർഘചതുരം, വൃത്താകത്തിലൊക്കെ സീലുകൾ ഉണ്ട്. കച്ചവട ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാവാം ഈ സീലുകൾ. ഇമ്പോർട്ടൻസ്. Greatest artistic creation, main source of Harappan script. Animals, birds, religious beliefs, etc. Long distance trade.
മുദ്രയുടെ പ്രാധാന്യം കലാസൃഷ്ടിയുടെ ഉദാഹരണമാണ്. ഹാരപ്പൻ ലിപിയെക്കുറിച്ച് വിവരം നൽകുന്നു. പക്ഷികൾ, മൃഗങ്ങൾ, മതവിശ്വാസം എന്നീ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് സീലുകളിൽ നിന്നാണ്. ദീർഘദൂര വ്യാപാരത്തിന് തെളിവാണ്. ആൻ എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ്, ഒരു നിഗൂഢ ലിപി. Harappans invented art of writing. It has not been deciphered so far. Most of the inscriptions are recorded on seals and contain few words. Script is not alphabetic but pictographic. Most of the inscriptions are short, the longest containing about 26 signs. It contains somewhere between 375 and 400 signs. Script was written from right to left. ഒരു നിഗൂഢ ലിപി, ലിപികൾ അഥവാ എഴുത്തുവിദ്യ. ഹാരപ്പക്കാർക്ക് എഴുതാൻ അറിയാമായിരുന്നു, പക്ഷേ നമുക്ക് വായിച്ചെടുക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. മുദ്രകളിൽ വളരെ കുറച്ച് ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അക്ഷരമാല ആയിരുന്നില്ല, ചിത്രലിപിയാണ്. മുദ്രകളിലും മറ്റും കുറച്ച് ചിഹ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ദീർഘമായത് 26 ചിഹ്നങ്ങളായിരുന്നു. 375 മുതൽ 400 വരെ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. വലത്തുനിന്ന് ഇടത്തോട്ടായിരുന്നു എഴുതിയിരുന്നത്. വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സ് ഓൺ വിച്ച് റൈറ്റിംഗ് ഹാസ് ബീൻ ഫൗണ്ട്. സീൽസ്, കോപ്പർ ടൂൾസ്, റിംസ് ഓഫ് ജാർസ്, കോപ്പർ ആൻഡ് ടെറാക്കോട്ട ടാബ്ലറ്റ്, ജ്വല്ലറി, ബോണ്ട് റോഡ്സ്, ഈവൻ ആൻ ആൻഷ്യന്റ് സൈൻ ബോർഡ്. പല വസ്തുക്കളുടെ മുകളിലും എഴുതിയിരുന്നു. മുദ്രകൾ ചെമ്പ് ഉപകരണങ്ങളുടെ മുകളിൽ, പാത്രങ്ങളുടെ വക്കിൽ, ചെമ്പ് കളിമൺ ഫലകങ്ങളിൽ, ആഭരണങ്ങളിൽ, അസ്ഥിദണ്ഡുകളിൽ, ഒരു പുരാതന ചൂണ്ടുപലക വരെ കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ വെയ്റ്റ്സ്, ഹാരപ്പ അളവ് തൂക്കങ്ങൾ. ഹാരപ്പൻസ് ഡെവലപ്ഡ് എ സിസ്റ്റം ഓഫ് വെയ്റ്റ്സ്. എക്സ്ചേഞ്ചസ് വെയർ റെഗുലേറ്റഡ് ബൈ precise system of weights. Weights were usually made of stone called chert, cubical in shape with no marking. ഹാരപ്പൻ അളവ് തൂക്കങ്ങൾ. ഹാരപ്പൻ ജനത അളവ് തൂക്ക സമ്പ്രദായം വികസിപ്പിച്ചിരുന്നു. കൃത്യതയാർന്ന അളവ് തൂക്കങ്ങൾ കൊണ്ട് കൈമാറ്റം നിയന്ത്രിച്ചിരുന്നു. തൂക്കക്കട്ടികൾ നിർമ്മിച്ചത് തീക്കല്ല് എന്ന് വിളിക്കുന്ന കല്ലുകൾ കൊണ്ടായിരുന്നു. കോണാകൃതിയിലായിരുന്നു നിർമ്മിച്ചത്. ഒന്നും അടയാളപ്പെടുത്തിയിരുന്നില്ല. ലോവർ ഡിനോമിനേഷൻ ഓഫ് വെയ്റ്റ്സ് വെയർ ബൈനറി 1, 2, 4, 8, 16, 32, etc. up to 12,800. While the higher denomination followed the decimal system. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, etc. Smaller weights were probably used for weighing jewelry and beads. Metal scale pan have also been found. തൂക്കങ്ങളുടെ താഴ്ന്ന യൂണിറ്റ് ബൈനറിയിലായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ തൂക്കങ്ങളുടെ ഉയർന്ന യൂണിറ്റ് കണക്കാക്കിയിരുന്നത് ഡെസിമൽ സമ്പ്രദായത്തിലായിരുന്നു. ചെറിയ യൂണിറ്റുകൾ ഉപയോഗിച്ചിരുന്നത് ആഭരണങ്ങൾ തൂക്കാൻ വേണ്ടിയായിരുന്നു. ലോഹം കൊണ്ടുള്ള ത്രാസ് കണ്ടുകിട്ടിയിരുന്നു. ഫോക്കസ് ഏരിയ 7. ദ എൻഡ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അന്ത്യം. എറൗണ്ട് 1800 BC, most of the mature Harappan sites had been abandoned. There was an expansion of population into new settlements in Gujarat, Haryana, Western Uttar Pradesh. Few settlements continued after 1900 BC appear to have been a transformation of material culture. Disappearance of unified types of weights, seals, special beads, writings, long distance trade. Overall, artifacts and settlements indicate a rural way of life that is called late Harappa. ഹരപ്പൻ സംസ്കാരത്തിന്റെ അന്ത്യം. BC 1800 കൂടി പൂർണ്ണ വളർച്ചയെത്തിയ ഹാരപ്പൻ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. ഗുജറാത്ത്, ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ പുതിയ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. 1900 BCക്ക് ശേഷവും നിലനിന്നിരുന്ന ചില ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ വലിയ ഭൗതിക മാറ്റം നടന്നിരുന്നു. ഏകരൂപമുള്ള അളവ് തൂക്കങ്ങൾ, സീലുകൾ, പ്രത്യേകതരം മുത്തുകൾ
എഴുത്തുവിദ്യ, ദീർഘദൂര വ്യാപാരം എന്നിവയെല്ലാം അപ്രത്യക്ഷമായി. നഗരജീവിതം അവസാനിക്കുകയും ഗ്രാമീണ ജീവിതം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. ഈ കാലഘട്ടത്തെ പിൽക്കാല ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. കോസസ് ഓഫ് ദി ഡിക്ലൈൻ. ഹാരപ്പൻ സംസ്കാരം അധപ്പതിക്കാൻ തകരാനുള്ള കാരണങ്ങൾ: ക്ലൈമറ്റിക് ചേഞ്ച്, ഡീഫോറസ്റ്റേഷൻ, എക്സസീവ് ഫ്ലഡ്സ്, ഷിഫ്റ്റിംഗ് ഓഫ് റിവേഴ്സ്, ഡ്രൈയിങ് അപ്പ് ഓഫ് റിവേഴ്സ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണം: കാലാവസ്ഥാ മാറ്റം, വനനശീകരണം, പ്രളയങ്ങൾ, നദികളുടെ ഗതിമാറ്റം, നദികൾ വറ്റിവരേണ്ടത്. ഇവയൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരം തകരാനുള്ള കാരണമെന്ന് കരുതുന്നു. ചില കേന്ദ്രങ്ങൾ നശിക്കാൻ ഇവ കാരണമായിട്ടുണ്ടെങ്കിലും ഈ സംസ്കാരം ഒട്ടാകെ നശിക്കാൻ ഇവ കാരണമാണെന്ന് കരുതാൻ കഴിയില്ല. ഹാരപ്പൻ കേന്ദ്രങ്ങളെല്ലാം ഏകീകരിച്ചിരുന്ന ശക്തി അപ്രത്യക്ഷമായതായിരിക്കാം ഹാരപ്പൻ സംസ്കാരം ശിഥിലീകരിക്കാൻ കാരണം. This evidence that disappear of seal, the script, beads and pottery shift from standard wage system to the use of local weights and decline and abandon of cities. സീലുകൾ, ലിപി, മുത്തുകൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവ അപ്രത്യക്ഷമായതും ക്രമീകൃത തൂക്കക്കട്ടികൾക്ക് പകരം പ്രാദേശിക തൂക്കക്കട്ടികളിലേക്കുള്ള മാറ്റവും നഗരങ്ങളുടെ പതനവും ഉപേക്ഷിക്കലുമെല്ലാം ഇതിനുള്ള തെളിവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.